ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടനിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റായ മേജർ ട്രെൻഡ്സ് ആൻഡ് റൈറ്റിംഗ്സ് എന്ന പാഠത്തെ പറ്റിയാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ സങ്കീർണവും ചലനാത്മകവുമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന നിരവധി പ്രവണതകൾ എഴുത്തുകളും ഉയർന്നുവന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വകാലത്തെ ഒരു പ്രധാന പ്രവണത കൊളോണിയൽ സാഹിത്യത്തിൻ്റെ ഉദയമായിരുന്നു. ബ്രിട്ടീഷ് പര്യവേഷകരും കുടിയേറ്റക്കാരും പുതിയ പ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ അവർ അവരുടെ അനുഭവങ്ങളും അപരിചിതമായ സംസ്കാരങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകളും രേഖപ്പെടുത്തി. യാത്രാവിവരണങ്ങളും ഡയറി കുറിപ്പുകളും കൊളോണിയൽ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും സാഹിത്യത്തിൻ്റെ ജനപ്രിയ രൂപങ്ങളായി. മറ്റൊരു പ്രധാന പ്രവണത ലോകത്തിൻ്റെ പര്യവേക്ഷണവും വർഗീകരണവുമായിരുന്നു. പര്യവേക്ഷണ കാലഘട്ടം ശാസ്ത്ര ജിജ്ഞാസയുടെ കുതിച്ചുചാട്ടത്തിന് കാരണമായി. ജെയിംസ് കുക്ക്, ചാൾസ് ഡാർവിൻ തുടങ്ങിയ പര്യവേഷകർ അവരുടെ യാത്രകളിൽ തകർപ്പൻ ഗവേഷണം നടത്തി. ഡാർവിൻ്റെ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ജീവശാസ്ത്രത്തെക്കുറിച്ചുള്ള ധാരണയിൽ വിപ്ലവം സൃഷ്ടിച്ചു. പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യം അതിൻ്റെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിലും കാലാവസ്ഥയും ശാസ്ത്രീയ അന്വേഷണത്തിന് മാതൃകകളുടെ സമ്പന്നമായ ഉറവിടം നൽകി. ചരിത്ര മ്യൂസിയങ്ങളും ബൊട്ടാണിക്കൽ ഗാർഡനുകളും സ്ഥാപിക്കുന്നതിലേക്ക് ഇത് നയിച്ചു. കോളനികളിൽ സ്വയംഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ രചനകളുടെ ആവിർഭാവത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സാക്ഷ്യം വഹിച്ചു. ഇന്ത്യയിലെ മഹാത്മാഗാന്ധി, ആഫ്രിക്കയിലെ ക്വാമെ എൻക്രുമ തുടങ്ങിയ വ്യക്തികൾ ദേശീയ പരമാധികാരത്തിനും സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ അന്ത്യത്തിനും വേണ്ടിയുള്ള ആഗ്രഹം വ്യക്തമാക്കി. അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിൻ്റെയും നിയമലംഘനത്തിൻ്റെയും ഗാന്ധിയുടെ തത്വശാസ്ത്രം സാമ്രാജ്യത്തിലുടനീളം സ്വാതന്ത്ര്യത്തിനായുള്ള പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഈ രചനകൾ സാമ്രാജ്യത്തിൻ്റെ ശിഥിലീകരണത്തിനും നിരവധി സ്വാതന്ത്ര്യ രാജ്യങ്ങളുടെ സ്ഥാപനത്തിനും അടിത്തറയിട്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാലത്തെ സാഹിത്യവും ട്രെൻഡുകളും സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ ബഹുമുഖ സ്വഭാവത്തെ പ്രതിഫലിപ്പിച്ചു. ഇതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനും കവിയുമായിരുന്നു റുഡ്യാർഡ് കിപ്ലിംഗ്. സാമ്രാജ്യത്വം, സാഹസികത, സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടൽ എന്നിവയെക്കുറിച്ച് പലപ്പോഴും പര്യവേക്ഷണം ചെയ്തു. ഫിക്ഷനുകൾക്കും കവിതകൾക്കും പേരുകെട്ട വ്യക്തിയാണ് റുഡ്യാർഡ് കിപ്ലിംഗ്. 1865 ഡിസംബർ 30 ഇന്ത്യയിലെ ബോംബെയിലാണ് കിപ്ലിംഗ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ബ്രിട്ടീഷുകാരായിരുന്നു. ജീവിതത്തിൻ്റെ ആദ്യ 6 വർഷം അദ്ദേഹം ഇന്ത്യയിൽ ചെലവഴിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള ഈ ആദ്യകാല സമ്പർക്കം അദ്ദേഹത്തിൻ്റെ പിൽക്കാല രചനകളെ വളരെയധികം സ്വാധീനിച്ചു. പിന്നീട് കിപ്ലിംഗ് തൻ്റെ വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. അവിടുത്തെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില ആദ്യകാല കൃതികൾക്ക് പ്രചോദനമായി. പത്രപ്രവർത്തകനും ചെറുകഥാകൃത്തുമായ കിപ്ലിംഗ് തൻ്റെ എഴുത്തുജീവിതം ആരംഭിച്ചു. തൻ്റെ ഉജ്ജ്വലമായ വിവരണങ്ങൾക്കും കഥ പറയാനുള്ള കഴിവുകൾക്കും അദ്ദേഹം അംഗീകാരം നേടി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്നാണ് ദി ജംഗിൾ ബുക്ക്. ഈ കഥകൾ മരുഭൂമി, മൃഗങ്ങളുടെ പെരുമാറ്റം, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയുടെ പ്രമേയങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. റുഡ്യാർഡ് കിപ്ലിംഗും പ്രധാന പ്രവണതകളും എഴുത്തുകളും. സാഹിത്യത്തിനുള്ള റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ സംഭാവനകളും എഴുത്തിലെ പ്രധാന പ്രവണതകളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും വളരെ വലുതാണ്. കിപ്ലിംഗ് തൻ്റെ ഉജ്ജ്വലവും ആകർഷകവുമായ കഥപറച്ചിലിന് പ്രശസ്തനായിരുന്നു. തൻ്റെ കൃതികൾ പലപ്പോഴും വ്യത്യസ്ത സംസ്കാരങ്ങളെ അന്വേഷിക്കുന്നു, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അദ്ദേഹത്തിൻ്റെ രചനകളിൽ പലപ്പോഴും സാമൂഹികവും രാഷ്ട്രീയവുമായ വ്യാഖ്യാനങ്ങൾ അടങ്ങിയിരുന്നു. ദേശീയത, കൊളോണിയലിസം, സാംസ്കാരിക ഇടപെടലിൻ്റെ സങ്കീർണതകൾ തുടങ്ങിയ വിഷയങ്ങളെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഉൾക്കൊണ്ടു. അദ്ദേഹത്തിൻ്റെ രചനകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെയും ചരിത്രപരമായ പശ്ചാത്തലത്തിൽ വേരൂന്നിയതാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വിശകലനം ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വിഷയങ്ങളെയാണ്. സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതായിരുന്നു. നോവലുകൾ, ചെറുകഥകൾ, കവിതകൾ, ഉപന്യാസങ്ങൾ തുടങ്ങിയവയുൾപ്പെടെയുള്ള വിപുലമായ സാഹിത്യകൃതികൾക്ക് പേരുകെട്ട ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു റുഡ്യാർഡ് കിപ്ലിംഗ്. 1894 എഴുതിയ ദി ജംഗിൾ ബുക്ക് ഒരുപക്ഷേ കിപ്ലിംഗിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയായിരുന്നു. ഇന്ത്യൻ കാടിൻ്റെ പശ്ചാത്തലത്തിലുള്ള കഥകളുടെ സമാഹാരമാണിത്. ചെന്നായ്ക്കൾ വളർത്തിയ ചെറുപ്പത്തിലെ മൗഗ്ലിയെപ്പോലെയുള്ള അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നു. കൂടാതെ സാഹസികത, അതിജീവനം, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥകൾ എന്നിവ അത് അവതരിപ്പിക്കുന്നു.
അടുത്ത ഒരു പ്രശസ്ത നോവലാണ് 1901 എഴുതിയ കിം. ബ്രിട്ടീഷ് അധിനിവേശ ഇന്ത്യയിൽ ചാരനായി മാറുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ പൈതൃകത്തിലെ അനാഥനായ കിംബോൾ ഒഹാരയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. സ്വത്വം, സാംസ്കാരിക വൈവിധ്യം, രാഷ്ട്രീയമായ മഹത്തായ ഗെയിം എന്നിവയുടെ തീമുകൾ അദ്ദേഹം ഈ ഒരു നോവലിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കൃതികൾ അവരുടെ ഉജ്ജ്വലമായ കഥ പറച്ചിലിനും സമ്പന്നമായ വിവരണങ്ങൾക്കും സാമ്രാജ്യത്തിൻ്റെ ആഘാതം, സാംസ്കാരിക വൈവിധ്യം, മനുഷ്യാവസ്ഥ എന്നിവയുൾപ്പെടെ സങ്കീർണമായ വിഷയങ്ങളുടെ പര്യവേഷണത്തിനും പേരുകെട്ടതാണ്. ഇതോടുകൂടെ മേജർ ട്രെൻഡ്സ് ആൻഡ് റൈറ്റിംഗ്സ് എന്ന ഈ ഒരു യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.